രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പുറത്തേക്കൊക്കെ നിൽക്കുന്ന ആളെടുത്ത് ഞാൻ പോയിട്ട് പറഞ്ഞു നമുക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാൽ എന്നും ചോറും കറിയെല്ലാം ഉണ്ടാക്കുന്നത് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക. ഞായറാഴ്ച മക്കൾക്ക് ക്ലാസ്സൊന്നും ഇല്ലാത്തതല്ലേ ആയിരുന്നു. അങ്ങനെ ഇതാ മന്തിയുടെ അരി കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ മന്തിയുടെ അരി കൊണ്ടുവന്നതിൻ്റെ ശേഷം ഇതാ മന്തി ഉണ്ടാക്കാൻ വിചാരിച്ചു. പൊന്നു കുളിയൊക്കെ കഴിഞ്ഞ് വന്നിവിടെ സെറ്റായിരുന്നു. ഞാൻ ചോറിന് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചതിൻ്റെ ശേഷം ഇതാ മന്തിയുടെ അരി കഴുകിയിട്ട് അതിലിട്ടു. അപ്പൊ പൊന്നിന്ന് കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ സുർക്കയിലിട്ടു. അപ്പൊ ഞങ്ങള് വീഡിയോ കാണുന്നവരെല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇന്ന് മന്തി ഉണ്ടാക്കുന്നത് ഞാനും ഏട്ടനും പൊന്നും കൂടിയാണ് കേട്ടോ. ഞങ്ങള് മന്തിയുടെ ഇത് വാങ്ങുമ്പോൾ അധികം മന്തി കിറ്റാണ് വാങ്ങുന്നത്. അപ്പൊ ഇന്നൊക്കെ സെപ്പറേറ്റ് വാങ്ങിയിട്ട് ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത്. അങ്ങനത്തെ ചിക്കനൊക്കെ കഴുകിയതിന്റെ ശേഷം അതിൽ മസാലകളൊക്കെ ചേർക്കാൻ വിചാരിച്ചു. അങ്ങനെ മസാലകളൊക്കെ ചേർത്തതിന്റെ ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അത് മിക്സ് ആക്കിയിരുന്നു. അപ്പൊ പൊന്നിന്റെ കയ്യുമ്മ കൂടെ ഒക്കെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞു. അങ്ങനെ മിക്സ് ആക്കിയതിന്റെ ശേഷം ചോറ് പകുതി വെന്തിട്ടുണ്ടായിരുന്നു. ആ പകുതി വെന്ത ചോറ് ഞാൻ ഊറ്റിയിട്ട് നേരെ 2 കുക്കറിലാക്കിയിട്ട്, ഒറ്റ കുക്കറിൽ കൊള്ളാത്ത 2 കുക്കറിലാക്കിയിട്ടാണ് ദമ്മിടാന്ന് വിചാരിച്ചത്. അപ്പൊ ചാർക്കോൾ ഉണ്ടായിരുന്നില്ല, അത് വാങ്ങാൻ മറന്നിരുന്നു. അപ്പൊ ചിരട്ട കത്തിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ മയോണീസൊക്കെ ഉണ്ടാക്കി വെച്ചു. അങ്ങനെ ഒറ്റ വിസിലടിച്ചപ്പോൾ ഓഫാക്കി. അങ്ങനെ കുക്കർ ഓഫാക്കിയിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ സംഭവം റെഡി ആയിട്ടത്. അങ്ങനെ നമ്മളെ മന്തി ഇവിടെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ കലാപരിപാടി ഞങ്ങൾ ഇവിടെ തുടങ്ങാൻ വിചാരിച്ചു. ഞങ്ങൾ 4 ആളും കൂടി നല്ല കുശാലായിട്ട് ഒരു ചോറൊക്കെ കൊണ്ടുട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കൂടെ കൂടൂ.